കേരളത്തിൽ ഇപ്പോൾ അസാധാരണമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എല്ലാ വർഷവും ഒന്നോ രണ്ടോ തവണകളിലായി വലിയ പ്രളയ സമാന സാഹചര്യം ഉണ്ടാകുന്നു. 2018 മഹാപ്രളയമെന്ന് വിളിക്കാവുന്ന വലിയ പ്രളയക്കെടുതി ഉണ്ടാകുന്നു. 2019 വരുമ്പോൾ തൊട്ടടുത്ത വർഷം പ്രളയത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീടുള്ള എല്ലാ വർഷവും സമാന സാഹചര്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷവും വെള്ളത്തിൽ മൂടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. ഇതാ ഈ വർഷവും സമാനമായ അവസ്ഥയുണ്ടാകും. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര ശക്തമായ പ്രളയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്? ഇത് കേരളത്തിൽ മഴയുടെ അളവ് വർദ്ധിച്ചതുകൊണ്ടാണോ, അതിനപ്പുറം മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ടാണോ? ഇതാണ് വിശദമായി നമുക്ക് മുന്നിൽ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ. വിദഗ്ധർ നൽകുന്ന സൂചന പ്രകാരം നമ്മുടെ മഴയളവിൽ കാര്യമായ ഒരു വർധനവും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ഒറ്റപ്പെട്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ മഴയളവും നമ്മുടെ കാലാവസ്ഥ മാറ്റങ്ങളുമൊക്കെ ഇതിനൊരു കാരണമാണ്. അതിനപ്പുറം മറ്റു ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അത് നമ്മുടെ പരിസ്ഥിതിക്കുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് അതിന് കാരണം. അതായത് മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളം കേരളത്തിൻ്റെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് ഏകദേശം 60 മുതൽ 100 കിലോമീറ്ററിനുള്ളിൽ അറബിക്കടലിലോ കായലിലോ വന്ന് പതിക്കുന്നതാണ് നമ്മുടെ എല്ലാ നദികളും. അപ്പോൾ ഈ ചെറു ദൂരത്തിനിടയിലെ ഒഴുക്കിനിടയിലാണ് വലിയ പ്രളയവും വെള്ളക്കെട്ടുകളും ഉണ്ടാക്കുന്നത്. മുൻകാലങ്ങളിൽ മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വലിയ വെള്ളക്കെട്ടുകൾ അവിടെ തന്നെ ഇറങ്ങിയതിന് ശേഷമാണ് നദികളിലേക്ക് വരാറുള്ളത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് നദിയുടെ തുടക്കത്തിൽ തന്നെ അസാധാരണമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. ഈരാറ്റുപേട്ട, പാലാ പോലെയുള്ള സ്ഥലങ്ങളിൽ നദിയുടെ തുടക്കത്തിൽ തന്നെ വെള്ളക്കെട്ടുണ്ടായതിൻ്റെ കാരണവും വളരെ വിദഗ്ധമായി നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് മഴയളവിൻ്റെ കണക്കാണ്. കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ മഴയളവിൽ വർധനവുണ്ടായിട്ടുണ്ടോ? മഴ തന്നെയാണോ കേരളത്തിൽ പ്രളയമുണ്ടാക്കുന്നത് എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം. നമുക്ക് മുന്നിൽ വളരെ വിശാലമായൊരു കാലഘട്ടത്തിൻ്റെ കണക്കാണുള്ളത്. അതായത് 1900 മുതൽ 2020-26 കാലഘട്ടത്തിലേക്ക് വരുന്ന കണക്കാണ്. അതായത് ഏകദേശം 120 വർഷങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെട്ട മഴ എന്തായിരുന്നു, ആ മഴയുടെ പാറ്റേണിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ടോ, ഇതാണ് നമ്മൾ പരിശോധിക്കുന്ന കാര്യം. മഴയുടെ അളവ് കൂടി എന്ന കണക്കുകളാണ് പൊതുവിൽ വരുന്നത്, അതുകൊണ്ടാണ് കേരളത്തിൽ വെള്ളമുണ്ടാവുന്നതെന്നാണ്. പക്ഷേ കണക്ക് പരിശോധിക്കുമ്പോൾ അത് അങ്ങനെയല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനാവാം. ഇതാ നോക്കാം, ഇതിൻ്റെ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ തന്നെ ഏറെയും കുറഞ്ഞും ഓരോ 20 വർഷങ്ങളിലും മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാം. ഇത് പരിശോധിച്ച് നമ്മുടെ സമീപ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ മാറ്റം കൂടുതൽ പ്രകടമായി തന്നെ വരാം. ഇതാ 2000 മുതൽ 2020 വരെയുള്ള ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മുന്നിൽ 2018 പോലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മഴയളവ് രേഖപ്പെടുത്തിയ കാലഘട്ടം ഉണ്ടാവാം. പക്ഷേ അത് ഏറ്റക്കുറച്ചിലുകളാണ്. 1980കളിൽ മഴ വളരെ കുറവ് അനുഭവപ്പെട്ട കാലഘട്ടങ്ങളുണ്ടായിരുന്നു. പിന്നീടുള്ള വർഷങ്ങൾ കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ ഏറെയും കുറഞ്ഞുമുണ്ട്. പക്ഷേ പിന്നിലേക്ക് പരിശോധിക്കൂ, 1900കളിൽ അതായത് 100 വർഷത്തിന് മുമ്പ് നമുക്ക് അനുഭവപ്പെട്ട മഴ തന്നെയോ അതല്ലെങ്കിൽ അതിനേക്കാൾ മഴയളവ് കുറവ് വരികയോ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ എന്ന വസ്തുതയാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര വലിയ പ്രളയമുണ്ടാവുന്നത്? ഒരു കാര്യം വ്യക്തമാണ്, മഴയളവിൽ വലിയ മാറ്റമുണ്ടായിട്ടില്ല. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ പൂർവികർക്ക് അവകാശപ്പെടാനോ പറയാനോ കഴിയുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയ വെള്ളക്കെട്ടിൻ്റെ അനുഭവമാണ്. പക്ഷേ ഇതിപ്പോഴേക്ക് വരുമ്പോൾ എല്ലാ വർഷവും വെള്ളക്കെട്ടുണ്ടാവുന്നത് മനുഷ്യനിർമ്മിതം തന്നെയാണ്. കാലാവസ്ഥ ഒരു പരിധിവരെ കാരണമാവുന്നുണ്ടെങ്കിലും അതിനുമപ്പുറം മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതം എങ്ങനെയാവുന്നു എന്ന കാര്യം കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യനിർമ്മിതമാവും? നോക്കൂ, കേരളത്തിൻ്റെ പാഡി ഫീൽഡ്, കായലുകൾ, മനുഷ്യൻ്റെ ജീവിത നിലവാരം, ഈ 3 അവസ്ഥകൾക്കും വന്നേക്കുന്ന മാറ്റമാണ് നമുക്ക് ഈ ഗ്രാഫിലൂടെ പറയാനാവുന്നത്. ഇതിൽ പാഡി ഫീൽഡിൻ്റെ നഷ്ടം നോക്കൂ. നമുക്കറിയാം, തണ്ണീർത്തടങ്ങൾ എന്നത് ഏതെങ്കിലും കാർഷിക വിളകളുടെ അത് വിളയിച്ചെടുക്കുന്ന ഇടം മാത്രമല്ല, വലിയ തരത്തിലുള്ള നമ്മുടെ പ്രകൃതിയെ നിലനിർത്തുന്ന ഇടമാണ്. വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ തണ്ണീർത്തടങ്ങൾക്കുണ്ടായ നാശനഷ്ടം എത്ര വലുതാണെന്ന് നോക്കൂ. 1900 മുതൽ 2025 ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പാഡി ഫീൽഡിനുണ്ടായ നഷ്ടം എത്ര വലുതാണ് എന്ന് നോക്കുക. എത്ര വലിയ അളവിലുണ്ടായിരുന്ന പാഡി ഫീൽഡുകളാണ് ഈ ഒരു കുറഞ്ഞ അളവിലേക്ക് വരുന്നത് എന്നതാണ് സാഹചര്യം. ഇനി കായലുകളുടെ വിസ്തൃതിയും അതിൻ്റെ സാഹചര്യം കൂടി നമുക്ക് പരിശോധിക്കാം. കാരണം ഈ ഒഴുകിയെത്തുന്ന വെള്ളത്തെ ഉൾക്കൊള്ളേണ്ട ഇടം കായലുകളാണല്ലോ. കായലുകളിൽ ജലത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ശേഷി കുറയുന്നു എന്ന അസാധാരണമായ സാഹചര്യം നമുക്കുണ്ട്. ഈ കോട്ടയത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളാവട്ടെ, കുട്ടനാടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന വെള്ളക്കെട്ടിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ്. കായലിലേക്കോ കടലിലേക്കോ ഒഴുകി മാറുന്നില്ല എന്ന അവസ്ഥ. ഇതാണ് കായലിൻ്റെ വിസ്തൃതികളിലും ഉണ്ടായിരിക്കുന്ന കുറവ്. മുൻകാലങ്ങളിലെ കായൽ ഇപ്പോൾ കുറഞ്ഞ് അതിൻ്റെ വിസ്തൃതിയുടെ അളവ് ഒരു ചെറിയ കാലഘട്ടത്തിൽ എത്ര കുത്തനെ കുറഞ്ഞു എന്ന ഗുരുതരമായ സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. മറ്റൊന്ന് നമ്മുടെ ലിവിങ് കണ്ടീഷനിൽ വരുന്ന മാറ്റമാണ്. അതായത്
മനുഷ്യ ജീവിതം 1900 ഏകദേശം ഒരു 100 വർഷം മുമ്പ് മനുഷ്യൻ്റെ നഗരജീവിതം എന്നത് ഈ ഒരു ചിത്രത്തിലാണെങ്കിൽ അത് കുത്തനെ ഉയർന്നുയർന്ന് എവിടെ എത്തി എന്നത് നോക്കുക. ഈ 2000 മുതൽ 2025 വരെ നഗരജീവിതത്തിലേക്ക് മനുഷ്യൻ്റെ ജീവിതം പറിച്ചു നടപ്പെട്ടത് എത്ര പെട്ടെന്നാണെന്ന് ഓർക്കുക. വളരെ വ്യക്തമാണ്, നഗരജീവിതത്തിലേക്ക് മനുഷ്യൻ വരുന്നതോടുകൂടി നമ്മൾ നഗരവാസികൾ, അതായത് കൂടുതൽ നിർമ്മാണം വരുന്നു, വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ശേഷിയില്ലായ്മ ഉണ്ടാകുന്നു. ഇത് ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് ആവശ്യമല്ലേ എന്ന് തോന്നാം. പക്ഷേ ഇതിനെല്ലാം നമ്മുടെ പരിസ്ഥിതി വില കൊടുക്കേണ്ടി വരുന്നു എന്നതാണ്. അപ്പോൾ മഴ, വെള്ളക്കെട്ട്, പ്രളയം ഈ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് കാലാവസ്ഥയെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല, മഴയുടെ അളവ് കൂടിയതാണെന്ന കാരണത്തിലേക്ക് മാത്രം എത്താൻ കഴിയില്ല, മറിച്ച് മറ്റ് സാഹചര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മഴയളവിൽ കാര്യമായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, മറിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അവസ്ഥകളുമാണ് മാറ്റിയത്. നദികളുടെ ആവാസ വ്യവസ്ഥകൾക്കാണ് മാറ്റമുണ്ടായത് എന്ന കാര്യം കൂടിയാണ് ഈ കണക്ക് നമുക്ക് മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.